സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ 3 റാൻഡം കാർഡുകളാണ് എടുക്കുന്നത്. അതിനുശേഷം ഇന്നത്തെ ദിവസം താങ്കൾക്ക് എന്ത് സന്ദേശം വരുന്നു എന്ന് ഞാൻ പറയുന്നതാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്ന സൺ എന്ന് പറയുന്ന കാർഡാണ്. സൺ എന്ന് പറയുന്നത് പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. പ്രഭാതത്തിലെ സൂര്യനെയാണ് കാണുന്നത്. പശ്ചാത്തലത്തിൽ നമ്മളൊരു കുട്ടീനെയാണ് കാണുന്നത്. കുട്ടി ഒരു കുതിരപ്പുറത്തിരുന്ന് പോകുന്നു. പുറകിൽ നമുക്കൊരു മതിലും 4 സൂര്യകാന്തി പൂക്കളും കാണാം. പൊതുവേ നമ്മുടെ പാസ്റ്റ് നമ്മൾ അവഗണിച്ചുകൊണ്ട് പുതിയൊരു ഇതിലേക്ക് പോകുന്നൊരു യാത്രയാണത്. ചെറിയൊരു കുട്ടിയുടെ ഊർജ്ജത്തിൽ തലയിലൊരു തൂവൽ കാണാം. അത് നമ്മുടെ പാഷനാണ്. ഓറഞ്ച് സാധാരണ ഈ കാർഡ് വരുമ്പോൾ ആ ദിവസം നമുക്ക് ഭയങ്കരമായിട്ടൊരു യുവത്വം, എന്തൊക്കെയോ നമുക്ക് ചെയ്യാനുണ്ട്, എന്തൊക്കെയോ തുടങ്ങാനുണ്ട് എന്ന് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് എന്നാണ് ഈ കാർഡ് താങ്കളോടൊന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. നമ്മളങ്ങനെ ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം നേരിടാൻ സാധ്യതയുള്ളത് ഒരു പ്രതിസന്ധിയാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഈ വെളുത്ത് നിൽക്കുന്നതാണ് താങ്കൾ. പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അനന്തമായിട്ടുള്ള ആത്മീയ ശക്തിയുണ്ട് താങ്കൾക്ക്. നമുക്കൊരു സിംഹത്തെയാണ് നേരിടേണ്ടി വരുന്നത്. പക്ഷേ ഈ സിംഹം നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. ഈ സിംഹത്തിനെ നമ്മൾ പെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്നേഹത്തോടെ തലോടി കഴിഞ്ഞാൽ ആ സിംഹം നമുക്ക് അതേപോലെ നിൽക്കും. പക്ഷേ ഇതിനെ നമ്മൾ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമ്മളെ കടിച്ച് തിന്നുകയും ചെയ്യും. അപ്പോൾ ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്വാധീന ശക്തിയാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാവരുടെ ഉള്ളിലൊരു സ്വാധീന ശക്തിയുണ്ട്. ആ ഒരു സ്വാധീന ശക്തി ഉപയോഗിച്ചാൽ എത്ര വലിയ പ്രതിസന്ധിയാണ് താങ്കൾക്ക് വരുന്നതെങ്കിലും ആ വ്യക്തി ഇതേപോലെ ഒരു പൂച്ച നിൽക്കുന്ന പോലെ താങ്കളുടെ മുന്നിൽ നിൽക്കും എന്നാണ് രണ്ടാമത്തത് പറയുന്നത്. ഇനി മൂന്നാം സന്ദേശം നമുക്ക് എന്താണെന്ന് നോക്കാം. അത് വേഗതയുടെ കാർഡാണ്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്. നമ്മൾ കുതിരപ്പുറത്താണ് തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഒരു പടച്ചട്ടയണിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ കുതിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാറ്റ് അതിശക്തമായിട്ട് വീശുന്ന കാണാം. ഇദ്ദേഹത്തിന് മൊത്തം ഫോക്കസ് കാണാം. പൊതുവേ കാർഡ് വന്നാൽ നമ്മൾ പറയുന്നത് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാർഡുകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് താങ്കൾക്ക് അടുത്ത് തന്നെ വളരെ പോസിറ്റീവായിട്ടൊരു പുതിയ കാര്യം തുടങ്ങാനുള്ള എനർജി വരും. അത് തുടങ്ങുമ്പോൾ താങ്കൾക്ക് അസാമാന്യമായിട്ടുള്ള സോഫ്റ്റ് പവർ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ താങ്കൾ വളരെ വേഗത്തിൽ കുതിക്കണം. എന്നാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ താങ്കൾക്ക് നല്ലൊരു വിജയ ദിവസം നേരുന്നു. അടുത്ത് തന്നെ ഇത് മേജർ ആർക്കാന കാർഡുകളൊക്കെ ആയതുകൊണ്ട് ഒരു 2-3 ആഴ്ചയൊക്കെ ഇതിൻ്റെ എനർജി ഉണ്ടാവും. അപ്പോൾ സമീപകാലത്ത് ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതിനുള്ള സമയമായിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഇനി പ്രവർത്തിക്കേണ്ട താങ്കളാണ്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. താങ്കൾ ഈ എനർജിയിലേക്ക് വരട്ടെ. ഒരു 21 ഡേയ്സിനുള്ളിൽ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യമാവട്ടെ. നമുക്ക് വൈകിട്ട് കാണാം. ഹാവ് എ ഗുഡ് ഡേ.